നമസ്കാരം സുഹൃത്തുക്കളെ, ലെബനാനിലുടനീളം ഇസ്രായേൽ വ്യോമാക്രമണം തുടർക്കഥയാവുകയാണ്. വെടിനിർത്തിയ ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് 2 മോട്ടോർ ഷെല്ലുകൾ വിക്ഷേപിച്ചിരുന്നു. ഇസ്രായേൽ ലക്ഷ്യമാക്കി മോട്ടോർ ഷെല്ലുകൾ വിക്ഷേപിച്ചതിന് മറുപടിയായാണ് ഇപ്പോൾ വീണ്ടും ലെബനാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിനിടെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി വിതച്ച ട്രംപിന്റെ പ്രസ്താവന അറബ് മേഖലയ്ക്ക് ഓർക്കാപ്പുറത്തുള്ള തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ജനുവരി 20, 2025 അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഹമാസ് ഇസ്രായേൽ ബന്ദികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ നരകതുല്യമായ അവസ്ഥയ്ക്ക് വിധേയമാക്കും, അതിന് വലിയ പ്രതിഫലം നൽകേണ്ടി വരും എന്നുമാണ് ട്രംപിൻ്റെ ഭീഷണി. ട്രംപ് രണ്ടും കൽപ്പിച്ചാണ്. ഗാസ ഒന്നാമതേ ഒരു നരകതുല്യ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ നരകത്തിൽ നിന്നും വീണ്ടും നരകത്തിലേക്ക് പോകുമെന്നാണ് ട്രംപ് സൂചന നൽകുന്നത്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിനെയും കൂടി ഈ നരകത്തിലേക്ക് കൂട്ടിവെക്കും എന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുന്നു. ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയും തമ്മിലുള്ള വെടിനിർത്തൽ കഴിഞ്ഞയാഴ്ച പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. മൗണ്ട് ഡോവ് ഏരിയയിൽ ഹിസ്ബുള്ള 2 മോർട്ടാർ ഷെല്ലുകളാണ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നത്. പോർട്ടബിളായ ലോഞ്ചറുകളിൽ നിന്നും തൊടുത്തുവിടുന്ന ചെറിയ മിസൈൽ ഷെല്ലുകളാണ് മോർട്ടാറുകൾ വിക്ഷേപിച്ചതിന് ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം ഇസ്രായേൽ സൈന്യം ലെബനനിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ലെബനനിലുടനീളം ഹിസ്ബുള്ള പ്രവർത്തകരെയും ഡസൻ കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളും കേന്ദ്രങ്ങളും ആക്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ പറയുന്നു. വടക്കൻ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ബൈത്ത് ലാഹിയ പട്ടണത്തിലെ വീടുകൾക്ക് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേരെ കാണാതായതായും പലസ്തീൻ സിവിൽ എമർജൻസി സർവീസ് അറിയിച്ചിട്ടുണ്ട്. ഗാസ മുനമ്പിന്റെ വടക്ക് ഭാഗത്തുള്ള ജബാലിയ, ബെയ്റ്റ് ലാഹിയ, ബെയ്റ്റ് ഹനൂൻ എന്നിവിടങ്ങളിലെ വീടുകൾക്ക് നേരെയും ഇസ്രായേൽ സൈന്യം ബോംബെറിഞ്ഞതായി ഔദ്യോഗിക മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബൈത്ത് ലാഹിയയിലെ അഭയാർത്ഥി കേന്ദ്രമായ ഒരു സ്കൂളിന് പുറത്തും ഇസ്രായേൽ ഡ്രോണുകൾ ബോംബുകൾ വർഷിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നിർബന്ധിത ഒഴിപ്പിക്കലുകളും ബോംബാക്രമണങ്ങളും നടത്തി വടക്കൻ ഗാസ കയ്യേറാൻ ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നതായാണ് ആക്രമണത്തിൻ്റെ പാലസ്തീൻ പ്രതികരണം. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന പ്രധാന കവാടമായ കെരം ഷാലോം വഴിയുള്ള ഗാസയിലേക്കുള്ള സഹായ വിതരണം അവസാനിപ്പിക്കുന്നതായി UN ഏജൻസി അറിയിച്ചിരുന്നു. സഹായവുമായി വരുന്ന ട്രക്കുകൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ സഹായത്തോടെ കൊള്ളയടിക്കപ്പെടുന്നു എന്ന സാഹചര്യത്തിലാണ് സഹായ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഏജൻസി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം അറുതി ലോകത്തിന് മുന്നിൽ ഒരു സ്വപ്നമായി തുടരുകയാണ്. ഇസ്രായേലോ അല്ലെങ്കിൽ മറുപക്ഷത്തുള്ളവരോ വിചാരിച്ചാൽ മാത്രമേ ഈ യുദ്ധത്തിന് ഒരു അറുതി വരികയുള്ളൂ. എന്നാൽ 2 കൂട്ടരും വിട്ടുകൊടുക്കാതെ ഇത് തുടരുകയാണ്. എത്ര നാൾ ഇത് തുടരും? എത്ര നാൾ ലോകം ഈ മഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും? അറിയില്ല.